ഇന്ന് നമ്മളിപ്പോൾ പുതിയ കൺട്രിയിലാണ്, ഓസ്ട്രിയയിലാണ്, സാൽസ്ബുർഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇപ്പോൾ മ്യൂണിക്കിൽ നിന്ന് അടുത്താണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ DB ടിക്കറ്റ് വെച്ച് ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ ഓസ്ട്രിയയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് സ്വിറ്റ്സർലാൻഡിലാണ് പോയത്. 3 മണിക്കൂർ ജേണി ഉള്ളൂ മ്യൂണിക്കിൽ നിന്ന്. 2.5 മണിക്കൂർ ജേണിക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സാൽസ്ബുർഗ് പുറത്തെത്തിയിട്ടുള്ളൂ. ഇവിടെ തന്നെ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ സിമോയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സാൽസ്ബുർഗ് സിറ്റിയിൽ തന്നെ ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ബുർഗ് ഉണ്ട്, അതായത് ഒരു മൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ഫുൾ സാൽസ്ബുർഗ് സിറ്റിയുടെ ഒരു പനാരാമിക് വ്യൂ കിട്ടും. അപ്പോൾ അവിടേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതുപോലെ കുറച്ച് ഞാൻ അതിന് മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടേക്ക് കുറേ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ബുർഗിൻ്റെ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബുർഗിൻ്റെ മേലേക്ക് പോണതിന് മുമ്പ് പോണ വഴിക്ക് തന്നെ ഒരു മിറബൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡനുണ്ട്, ഫ്ലവർ ഗാർഡനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഗാർഡനിൽ നിന്നിട്ട് നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പോണ ആ ബുർഗ് കാണാൻ പറ്റും. അതിൻ്റെ മേലത്തെ കാസിലും കാണാൻ പറ്റും. സോ ഗൈസ്, എൻ്റെ പിന്നിൽ കാണുന്ന മൗണ്ടൈൻ്റെ മേലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഉണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബുർഗ് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് അത്രയും ദൂരം നടന്ന് അവിടം വരെ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വേൾഡ് ഫേമസ് മ്യൂസീഷ്യനായിട്ടുള്ള നമ്മുടെ മൊസാട്ടിൻ്റെ ബർത്ത് പ്ലേസ് ആണിത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ക്ലോസ്ഡ് ആണ്, ഡോർ ലോക്ക്ഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ മൊസാട്ടിൻ്റെ വീട് കാണാം, ആളുടെ ബെഡ്റൂം, കിച്ചൺ, എല്ലാ കാര്യങ്ങളും വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് ആളുടെ മ്യൂസിക്കായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നൈറ്റായി, 7 മണിയായി. അപ്പോൾ നമ്മൾ നടന്നിട്ട് നമ്മുടെ സാൽസ്ബുർഗിൻ്റെ സിറ്റിയിൽ നിന്ന് പഴയ ഓൾഡ് ടൗണിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവിടെയുള്ള സ്ട്രീറ്റുകളെല്ലാം ഭയങ്കര ഇടുങ്ങിയതാണ്. എന്നാൽ ഭയങ്കര എല്ലാ ലക്ഷറിയസ് ആയിട്ടുള്ള സ്റ്റോറുകളും റെസ്റ്റോറൻറ്റുകളും ഫാഷൻ ഐറ്റംസ് ആയിക്കോട്ടെ എല്ലാ സംഭവങ്ങളുള്ള ഒരു സ്ട്രീറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ള ഓൾഡ് ടൗൺ. നമ്മുടെ സാധാ ഈ വാക്കിംഗ് ക്രോസ് സിഗ്നൽ ഉണ്ടല്ലോ, അതിന് ഓസ്ട്രിയയിലുള്ള ക്രോസ് സിഗ്നൽ ഞാൻ കാണിച്ചു തരാം. ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ ഉണ്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ബുർഗിൻ്റെ മേലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ നിന്നുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു. ഓസ്ട്രിയൻ മലനിരകൾ സിറ്റിക്കുള്ളിൽ തന്നെയാണ്, ചുറ്റോറും മലനിരകൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ബോട്ടും പോകുന്നുണ്ട്, അവിടെ സ്റ്റീൽ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ആ മലയുടെ മേലേക്ക് പോകാനുള്ള വഴിയുടെ അവിടേക്ക് എത്തി. ഇവിടെ ഒരു കുരിശിൻ്റെ വഴി എന്നിട്ടൊരു വഴിയുണ്ട്. ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഈ ബുർഗിൻ്റെ മേലെത്തി കഴിഞ്ഞാൽ നമുക്ക് സാൽസ്ബുർഗ് സിറ്റി മൊത്തം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, എവിടെ കയറി പോകണ വഴിക്കുണ്ടോ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ എന്നും സ്റ്റെപ്പ് കയറി വന്നിട്ട് താമസിക്കുന്നവരെ സമ്മതിക്കണം ഗൈസ്.
അങ്ങനെ നമ്മൾ കയറിയിട്ട് കുറച്ചായിട്ടുള്ള ഒരു 25% കയറിയിട്ടുള്ളൂ. പക്ഷെ അപ്പത്തിന് നമുക്ക് സിറ്റിയുടെ വ്യൂ ഇതാ വന്നു തുടങ്ങി. അങ്ങനെ കഴിച്ച് നമ്മൾ ഓൾമോസ്റ്റ് ഈ മൗണ്ടൈൻ്റെ മേലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും പോകാനുണ്ട്. The nuttiest sound around. So if you coming off the street and you're beginning to feel the heat, well listen, Buster, you better start to move your feet to the rockiness, rock steady beat of madness. അപ്പോൾ ഗൈസ് നമ്മുടെ മ്യൂസീഷ്യൻ മൊസാട്ടിൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള സാൽസ്ബുർഗ്, അതുപോലെ നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററും കൂടിയാണ് ഈ സാൽസ്ബുർഗ്. അപ്പോൾ നമ്മൾ ചുമ്മാ മ്യൂണിക്കിൽ വീക്കെൻഡിൽ നമ്മൾ കുറച്ച് അവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നെന്നുള്ളൂ. അപ്പോൾ സാൽസ്ബുർഗിൻ്റെ ബ്യൂട്ടിയൊക്കെ കുറച്ചൊക്കെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അതുപോലെ ഇടയ്ക്കൊക്കെ നമുക്ക് വീക്കെൻഡിലൊക്കെ ജർമ്മനിയിൽ വേഗം വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ് സാൽസ്ബുർഗ്. ഇതുപോലെ നമ്മൾ സ്ട്രീറ്റ് കൂടെ നടന്നു വരുമ്പോൾ ഇവിടെ ഉണ്ട് നമ്മൾ ഈ മിസ്റ്റർ മീനിലൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലത്തെ സാധനങ്ങളുണ്ട്. അതുപോലത്തെ ഫയർ എഞ്ചിന്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയി. 79 യൂറോ ഉണ്ട്. എല്ലാം 79 യൂറോടാ. അപ്പോൾ നമ്മൾ മ്യൂണിക്കിൽ നിന്ന് 3 മണിക്ക് ഇറങ്ങി ഇവിടെ ഒരു 6 മണിയാകുമ്പോൾ എത്തിയിട്ട് ഇപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞു. നമുക്ക് 10 മണിക്കാണ് തിരിച്ച് ട്രെയിൻ ഉള്ളത്. രാത്രി 9 മണിക്കും ഇത്രയും സൺലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട്, ഇതുപോലെ നമുക്ക് എക്സ്പെൻസ് കുറഞ്ഞിട്ടും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഐഡിയാസും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു. ബൈ.